ഞാനൊരു പാട്ട് പാടാം. കുഞ്ഞുമണി വീണ. അല്ല ഇതാര്? സാറോ? താനെന്താടോ മാമ ഇവിടെ? ഞാനല്പം ചിക്കിരി വാങ്ങാൻ വന്നാ. എന്നാലും സാറ് ഭയങ്കര ഭാഗ്യവാനാ. മാഡം അങ്ങനെ ആരെപ്പറ്റി അഭിപ്രായം പറയാറില്ല. പക്ഷെ സാറിന്റെ കാര്യം ഒരു 100 വട്ടം പറഞ്ഞു. ചെല്ലി എക്സ്ക്യൂസ് മീ. എന്താടോ ഇത്? ഇനി ചിലപ്പോ എനിക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിലോ? എന്താ? ഒന്നുമില്ല, അകത്തോട്ട് എന്നാട്ടെ. മാഡം വെയിറ്റിംഗ് ഫോർ യു. ബൈ ബൈ. അങ്ങോട്ട് പോണത് 2 കാലിൽ നടന്ന്, ഇങ്ങോട്ട് വരാൻ പോണത് 4 പേര് ചുമന്ന്. ഞാൻ വല്ലാതെ വേർതിരിക്കുക. അതൊന്നും സാരമൊന്നും. അയ്യോ പ്ലീസ് ജസ്റ്റ് 1 മിനിറ്റ്. നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അത്തരം പൂശി ബെഡ്റൂമിൽ അന്തി ഉറക്കാൻ വേണ്ടിയാണെന്ന് കരുതിയോ? തെക്കേ വാര്യത്തെ ശർമ്മയ്ക്ക് ആണും പെണ്ണുമായിട്ട് കിട്ടിയ നീതിയായിരുന്നടാ ഞാൻ. നിന്റെയൊക്കെ ചുടുചോര കൊണ്ട് തിരുത്തി എഴുതും ഞാൻ. ഇവിടുത്തെ നീതി പുസ്തകത്തിന്റെ താളുകളിൽ പിടിച്ചിരിക്കുന്ന ദ്രവിച്ചു തുരുമ്പിച്ച നിയമലിപികൾ. വിളിക്ക്. നിനക്ക് ഈ ആരാച്ചാർ നീട്ടുന്ന അവസാനത്തെ വായ്മൊഴി. എത്രയും പെട്ടെന്ന് നിന്റെ വലം കൈയായ വിശ്വനാഥനോട് സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡിൽ വരാൻ പറയുക. ഒരു അർജന്റ് മീറ്റിംഗ്. വില്യംസ് പറയുന്നതാണ് ഉചിതം. വില്യംസിന് ഗൂർക്കയുടെ സ്വഭാവമാണ്. കത്തി ഊരിയാലേ പിന്നെ ചോര കണ്ടിട്ടേ മടക്കൂ. വേണ്ട, ഞാൻ വിളിക്കാം. ഹലോ വിശ്വനാഥൻ. ഞാൻ വാവച്ചൻ. ഒരത്യാവശ്യ കാര്യമുണ്ട്. സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡ് ഞാൻ വെയിറ്റ് ചെയ്യും. വേഗം വരണം. പിന്നെ ഇനി വേണ്ട. ഇവൻ ഓണായാലേ അയാള് ചിലപ്പോ ഇങ്ങോട്ട് വിളിക്കും. ഔട്ട് ഓഫ് റേഞ്ച് ആയിക്കോട്ടെ. ഇയാളുടെ ജീവിതം ഔട്ട് ഓഫ് റേഞ്ച് ആവണത് പോലല്ലേ. വിളിക്ക് CA മോഹൻദാസിനെ. ഹലോ, പോലീസ് കൺട്രോൾ റൂം. CI മോഹൻദാസ് ആണോ? സുൽത്താൻപേട്ട ബൈപ്പാസ് റോഡിൽ ഒരു ആക്സിഡന്റ്. എത്രയും പെട്ടെന്ന് എത്തണം.
അതാണ് സാർ എല്ലാരും പറയാറില്ലേ, കൈനീട്ട് നന്നായാൽ പിന്നെ ഇരിക്കാൻ സമയം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നാൽ നമ്മളെങ്ങനെ ആദ്യത്തേത് കണ്ടുപിടിക്കും? കുറച്ച് സംസാരം, കൂടുതൽ അധ്വാനം. ഇവിടെ താനൊന്നും സംസാരിക്കണ്ട, അധ്വാനിച്ചാൽ മാത്രം മതി. എങ്ങനെയുണ്ടോ? കൊള്ളാം സാർ, നല്ല ഒന്നാന്തരം പൈസ. ഒരു 19 രൂപ വില വരും സാർ വെച്ചോ. ഇതിനകത്തുള്ള എമൗണ്ട് നമുക്ക് 50-50 ആയിട്ട് എടുക്കാം. ഞാൻ ഉദ്ദേശിച്ച സാറിന് ഈ പേഴ്സ് വെച്ച് ഞാൻ കൊലയാളികളെ കണ്ടുപിടിക്കും. ഇനി പറ, ഞാനൊരു മണ്ടനാണോടോ? ഒരിക്കലല്ല സാർ. എന്നാലാണ് ഇത് വെച്ച് അവരെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ സാർ. താനങ്ങോട്ടാ? അല്ല സാർ, നമുക്ക് പോവാം. എനിക്ക് രാത്രി ഉറങ്ങുന്നാലേ പനി വരുമായിരിക്കും അല്ലേ? എന്നാലേ ഇന്ന് രാത്രി താൻ ഉറങ്ങണ്ട. ഒരു മർഡർ നടക്കുന്നത് രാത്രിയിലാണെങ്കിൽ ബോഡിക്ക് കാവൽ നിൽക്കേണ്ടത് പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് താൻ പുലർച്ചെ വരെ ഇവിടെ ഉണ്ടാവണം. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടിന് ശവമില്ല. ഓൾ ദി ബെസ്റ്റ്. സാറേ, നാളെ രാവിലെ വരുമ്പോഴേ 2 ശവം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് കേട്ടോ. നല്ല സ്ഫടികം പോലത്തെ ശവം. എന്തോ ഒരു ആഹാരം കഴിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് വേണ്ട, ശ്വാസം പോലും കഴിക്കാണ്ട്. താമരാക്ഷ, അതിങ്ങെടുക്ക. സാറും തുടങ്ങിയ വീഡിയോ നോൺസെൻസ്. ആ എംബ്ലം ഇങ്ങെടുക്കണോ? എടോ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് തനിക്ക് മനസ്സിലായോ? കാറ് വാങ്ങിക്കാൻ. ഇത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. മിടുക്കൻ, എനിക്ക് പറ്റിയ ആള് തന്നെ. പേരെന്താ പറഞ്ഞത്? താമരാക്ഷൻ. എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കൂടെ കൊണ്ടുപോകാം കേട്ടോ. സാറിന്റെ ഇഷ്ടമാണെങ്കിൽ പിന്നെ. ഇത് ഈ കാറിൽ നിന്ന് തന്നെയാണ് വീണിരിക്കുന്നത്. സാർ, ഒരു പ്രൊമോഷൻ ഉറപ്പാ. ഇവൻ ഇപ്പൊ തന്നെ പൊക്കെടുത്ത് ലോക്കപ്പിൽ ഇട്ടാലോ? എടോ, ആരെങ്കിലും പൊക്കുന്നതിന് മുമ്പ് സ്വന്തം ആരോഗ്യസ്ഥിതിയോട് കണക്കിലെടുക്കാം. ആക്ച്വലി ഞാൻ ആ പൊക്കലിൽ ഉദ്ദേശിച്ചത്. ഏത് പൊക്കലിന്റെ കാര്യമായാലും തീരുമാനങ്ങളെല്ലാം ഞാൻ എടുത്തോളാം. എന്തെങ്കിലും മണ്ടത്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് ചോദിച്ചോളാം. അതല്ലേ നല്ലത്? അതെങ്ങനെ നല്ലതാവും? നല്ലതാവില്ലല്ലോ. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ മോഹൻദാസിനെ കൊണ്ട് ഇതൊന്നും കൊള്ളില്ലെന്ന്. എന്റെ പൊന്ന് സാറേ, അവനെ മാറ്റി കേസ് വേറെ വല്ല ആമ്പിള്ളേർക്കും കൊടുക്ക്. ഇവനെയൊക്കെ കാക്കി കൊടുപ്പിട്ട് തന്റെ ഓഫീസിന്റെ മുമ്പിൽ കണ്ണുപെടാതെ നിർത്താൻ കൊള്ളാം. മരിച്ചതെന്റെ ബിസിനസ് പാർട്ണറാ. എത്രയും വേഗം കുറ്റവാളികളെ തിരിച്ചറിയണം. അതെടോ, പാവച്ചൻ എന്റെ കാറിന് മുമ്പിലാണ് വന്ന് വീണത്. അയാളെ ആരോ വണ്ടിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയായിരുന്നു. എന്നാ പിന്നെ സാറിനാക്കാൻ എസ്പിയോട് പറഞ്ഞാ പോരായിരുന്നു. എന്നിട്ട് ഞാൻ പ്രതിയാണോ അല്ലേ? ഞാൻ അകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. വേണ്ട, താൻ പുറത്ത് നിന്ന് ആരും കാണാതെ 2 ബീഡി വലിച്ചു. താങ്ക് യു സാർ. ഓക്കെ, കാര്യം വരണം. തന്റെ അന്വേഷണമൊക്കെ ഏതുവരെയായി? നടക്കുന്നു സാർ. ഞാൻ ഇപ്പൊ വന്നത് ആ മരണത്തെക്കുറിച്ച് സാറിൽ നിന്നും ചില വിവരങ്ങൾ അറിയാനാണ്. എന്താ അറിയേണ്ടത്? അല്ല, വാവച്ചന്റെ മരണം കൊലപാതകമാണെന്ന് സാർ എസ്പിയോട് പറഞ്ഞല്ലോ. അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം? എനിക്ക് സംശയമുണ്ട്. അതെ, അതിന്റെ കാരണമാണല്ലോ ഞാൻ ചോദിച്ചത്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലോ. പാതിരാ നേരത്ത് മദ്യപിച്ച് ലക്ക് കെട്ട് റോഡിലൂടെ വന്ന വാവച്ചനെ ഏതെങ്കിലും തമിഴൻ ലോറി ഡ്രൈവർ ഇടിച്ചിട്ടിട്ട് പോയതായിക്കൂടെ? ആ നിലയ്ക്ക് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ മാത്രം എന്തെങ്കിലും തെളിവുകളുണ്ടോ താങ്കൾക്ക്? തന്നെ കൊണ്ട് ഞെളിഞ്ഞു നിന്ന് ഇത്തരത്തിൽ വാചക കസർത്ത് നടത്താനേ കഴിയൂ. വാവച്ചനെ ആരോ കരുതിക്കൂട്ടി കൊല ചെയ്തതാണ്. അങ്ങനെ തറപ്പിച്ച് പറയില്ലേ സാർ. നല്ല ഒന്നാം തരം ഒരു മദ്യപാനിയായിരുന്നു വാവച്ചൻ. ആട്ടെ, ഈ വാവച്ചൻ വെറും ഒരു ബിസിനസ് പാർട്ണർ മാത്രമായിരുന്നോ അതോ? അതിൽ കഴിഞ്ഞ് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയ്യോ, എനിക്ക് കിട്ടിയ വിവരങ്ങളും സാർ ഈ പറയുന്നതായിട്ട് ടാലി ആവുന്നില്ലല്ലോ. ഒരിടിക്കുളം സരസമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആയമ്മയ്ക്ക് ഇപ്പൊ ഒരു 40 വയസ്സ് കാണും. പക്ഷെ 25 വയസ്സിന്റെ ചുറുചുറുക്ക്. 10-11 വർഷങ്ങൾക്ക് മുമ്പ് ചില്ലറ ബിസിനസ്സുമായി നടന്നിരുന്ന നിങ്ങൾ ഇടയിലൊരു വിശ്രമത്താവളമായി കണ്ടിരുന്നത് ഈ സരസമ്മയുടെ വീടായിരുന്നു. അന്ന് ആലപ്പുഴ കടലോരത്ത് മീൻ വിറ്റ് നടന്നിരുന്ന വാവച്ചനെ നിങ്ങൾ ആദ്യമായി കാണുന്നതും ഇതേ സരസമ്മയുടെ വീട്ടിൽ വെച്ചാണ്. അന്നത്തെ ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ രംഗത്തെ ഒരു മേജർ ക്ലിക്കായി മാറുമെന്ന് നിങ്ങൾ പോലും കരുതിയിട്ടുണ്ടാവില്ല.
കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക തീരുമാനങ്ങൾക്കും ബീജാപാപം നടന്നിരിക്കുന്നത് ഈ സരസമ്മയുടെ വീട്ടിലാണ്. മരണം നടന്ന ദിവസം പോലും വാവച്ചൻ സരസമ്മയെ കണ്ടിട്ടാണ് മടങ്ങിയത് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോ സാറിന് ഇതിനകത്ത് ചാടി ഒന്ന് മുങ്ങിക്കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? ലേശം തണുപ്പ് കിട്ടും. നിർത്തണോ? ഉത്തരവ്. കൊള്ളാം. ഒരു തുടർ നോവലിലെ പാത്ര സൃഷ്ടി പോലെ മനോഹരമായിട്ടുണ്ട് ഇയാളുടെ ഈ കെട്ടുകഥ. വാവച്ചന്റെ മരണം കണ്ടുപിടിക്കാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിനും തന്നെ കൊണ്ടും കഴിയില്ലെങ്കിൽ പറ, ഞാൻ കണ്ടുപിടിക്കാം, എന്റെ അണികളുടെ സഹായത്തോടെ. ഓ, സാറിന് നല്ലൊരു ഗുണ്ടാപ്പടയുണ്ടെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രതിയോഗികളെ തല്ലിച്ചതയ്ക്കാൻ മാത്രം പോരെ അവരുടെ സേവനം. കേസിന്റെ അന്വേഷണമൊക്കെ അവരെ ഏൽപ്പിക്കണോ? ഇനി പറയട്ടെ, ബാബച്ചനെ കൊന്നതാണ് അതിക്രൂരമായി, ഒരു ആക്സിഡന്റിലൂടെ. ആ വണ്ടിയുടെ ഉടമസ്ഥനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പൊക്കിയിരിക്കും. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ. മാരുതി ഓമന എന്താണ്? നല്ല വണ്ടിയാണ് സാർ. അവർ കൊടുക്കുമെങ്കിലും വാങ്ങിക്കായിരുന്നു. എനിക്ക് ഈ കാറ് മൊത്തമായിട്ട് താല്പര്യമില്ല, നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് കൊടുക്കൂ. അങ്ങനെ കൊടുക്കൂല സാർ, അവർക്ക് വെച്ചോണ്ട് നടക്കണ്ടേ. എന്തെങ്കിലും കാശുള്ള ഈ വണ്ടി ഞാൻ വാങ്ങിച്ചേനെ. ഈ വണ്ടി കൊടുക്കൂല. ഓ ന്യൂസ്. താനാരാ? ഞാൻ നന്ദൻ. അല്ല, നമ്മളാരാ? നമ്മള് ഈ കോർപ്പറേഷനിൽ നിന്ന് കൊതുകിന് തൈലം തളിക്കാൻ വന്നവരാ. അതെ. കിട്ടി. യൂണിഫോമിട്ട് പോലീസിന് മനസ്സിലായിരുന്നു. സോറി സാർ. കൂടുതൽ ഓവർ സ്മാർട്ട് ആവല്ലേ. ആൾ ഇടിയനാ. ഇടിയറ്റോ? ഇടിയൻ. അയ്യോ, നമ്മൾ ഇടിയനും പൊടിയനും ഒന്നും അല്ലേ. മാഡം ആവത്തുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. രാമരാക്ഷ, പേടിപ്പിക്കല്ലേ. മുഖം കണ്ടാലേ അറിഞ്ഞൂടെ ആള് പാവം. ആരാ, എന്ത് വേണം? മിസ്സാണോ മിസ്സിസ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പാർവതി ഒന്ന് കാണണം. മാഡം അല്പം തിരക്കില്ല. നിന്റെ മാഡം മുഖ്യമന്ത്രിയൊന്നുമല്ലല്ലോ. അല്ല, ഞങ്ങൾക്ക് പോകാൻ അല്പം തിരക്കുണ്ട്, ഒന്ന് വിളിച്ചാ കൊള്ളായിരുന്നു. താമരാക്ഷ, പൊതുജനം പലവിധം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ CI സാർ ഇങ്ങോട്ടൊക്കെ? വെറുതെ. പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ബംഗ്ലാവ് എന്നെ വല്ലാതെ ആകർഷിച്ചു. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ബംഗ്ലാവ് ഒന്ന് വന്ന് കാണണമെന്ന്. പുറമേ നിന്ന് കാണുന്നത്ര ഭംഗി ചിലപ്പോ അകത്ത് സാറ് കണ്ടെന്ന് വരില്ല. അത് ശരിയാണ്. ഈ പരസ്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ, പുറമേ നിന്ന് നോക്കിയാൽ ചെറിയ ഷോറൂം, അകത്ത് കയറിയാൽ വിശാലമായ. ആവശ്യത്തിന് ചിരിച്ചാൽ നിർത്തി. പാർവതി, തനി നാടൻ പേര്, വരുന്നത് ഡൽഹിയിൽ നിന്നും. രണ്ടും കൂടി പൊരുത്തപ്പെടുന്നില്ലല്ലോ. ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് കേരളവുമായി ബന്ധമില്ലെന്ന് അങ്ങനെ തീർത്ത് പറയാൻ കഴിയുമോ സർ? അതും ശരിയാണ്. എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ഇങ്ങ് കേരളം തുടങ്ങി അങ്ങ് ബോംബെയും ഡൽഹിയും വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ്. അപ്പൊ താമസിയാതെ ഇനി ഫോറിനിലേക്കും ബിസിനസ് വ്യാപിപ്പിക്കാമല്ലോ അല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? കൃത്യമായി പറയാൻ മാത്രം എനിക്ക് ഓർമ്മയില്ല. ഓ. എന്നാലും എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവും. ഇപ്പൊ എനിക്ക് അല്പം തിരക്കുണ്ട്. സത്യം പറയാലോ, ഞാൻ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിക്കാനാ വന്നത്. മനസ്സിലായില്ല. ഇവിടെ അടുത്തൊരു മരണം നടന്നു, അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? പത്രത്തിൽ കണ്ടു. അയ്യോ, ഇത്ര അടുത്ത് നടന്നിട്ടും പത്രത്തിലൂടെ അറിഞ്ഞുള്ളൂ? സംഭവത്തിനൊരു ദൃക്സാക്ഷി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രശ്നം. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം സർ? സംഭവം നടന്ന സ്ഥലവും ഇവിടവുമായിട്ട് 2 കിലോമീറ്റർ. ആ സ്ഥിതിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു എവിഡൻസ് ആയി. നിങ്ങൾക്ക് വേണ്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം. താങ്ക് യു. മാഡത്തിനെ കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്പർ? നന്ദൻ. യെസ് മാഡം. ഇനി ഉള്ള സത്യം പറയാലോ, അതൊരു ആത്മഹത്യയാണെന്നുള്ളത് എനിക്കുറപ്പാ. പക്ഷെ ഈ പത്രക്കാരും സുപ്പീരിയേഴ്സും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ. വരട്ടെ മാഡം. താങ്ക് യു. താമരാക്ഷന് ഇവിടെ താമസിക്കാൻ ഉദ്ദേശമില്ലല്ലോ? ഇല്ല. വരൂ. അയാളുടെ ഒരു ചോദ്യവും രീതി. നമ്മളിൽ എന്തെങ്കിലും സംശയമായിക്കൊണ്ടോ മാഡം? ഏയ്, അയാൾ വെറും ഒരു തിരുമണ്ട. നോ വില്യംസ്, അയാളെ ആ രീതിയിൽ കാണരുത്. മണ്ടൻ വേഷം കെട്ടി നടക്കുന്ന കൂർമ്മശാലിയും ബുദ്ധിമാനുമായ ഒരു കുറുക്കനാണ് അയാൾ. എത്രയോ കേസുകൾ ഇയാൾ തെളിയിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? അത്തരത്തിലൊരു പ്രശ്നക്കാരനാണെങ്കിൽ അവന്റെ കാര്യം ഞാൻ ഏറ്റു. വേണ്ട. ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ. അയാൾ ജയിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ അയാളുടെ ജയം നമ്മുടെ വിജയങ്ങൾക്ക് ശേഷം മാത്രം. സിന്ധു. യെസ് മാഡം. നാളെ മുതൽ നിന്റെ ഒരു കണ്ണ് അയാൾക്ക് നേരെ ഉണ്ടാവണം. CA മോഹൻദാസ് നിന്റെ പരിധിയിലാകണം.
എന്താ ഇത്? എന്ത് തോന്നിയാസം കാണിക്കാവുന്നോ? സോറി സർ, വണ്ടിയുടെ ബ്രേക്ക് പോയതാ. അത് മാത്രം പറയരുത്. രാവിലെ വണ്ടി എടുക്കുന്നത് തൊട്ടും പോലെ എന്റെ ബ്രേക്ക് ചെക്ക് ചെയ്താ കണ്ട, ഒരു കുഴപ്പമില്ല. സാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് അല്ല പോയത്, എന്റെ വണ്ടിയുടെയാ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അത് ശരി, എൽബോർഡാണല്ലേ? പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഈ ബിസി റോഡിൽ കിടന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നതിനേക്കാളും വല്ല മൈതാനത്തും പോയി പഠിക്കുന്നതല്ലേ നല്ലത്? വളരെ ശരിയാണ് സർ. ഇപ്പൊ തന്നെ സാർ ഒരു ശുദ്ധ ഹൃദയനായതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു. വെയിറ്റ്, ഞാൻ ക്ഷമിച്ചു എന്ന് തനിക്ക് എങ്ങനെ അറിയാം? സാറിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ. സാർ സി CA ആണെന്ന് എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അതല്ല, സാർ ജീപ്പിന്റെ മുന്നിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇൻസ്പെക്ടറായി വേഷമിട്ട് സിനിമാ നടി ജയനെയാണ് എനിക്ക് ഓർമ്മ വരിക. കളിയാക്കരുത്. മസിൽ അല്പം കൂടുതലുണ്ടെന്ന് കരുതി കളിയാക്കരുത്. അല്ലെങ്കിലും കുട്ടിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് എന്തറിയാം? എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾക്ക് മാത്രം അറിയാം. അങ്ങനെയല്ല, എന്റെ തലയിൽ മാത്രം കെട്ടി വെക്കണ്ട. സാറിനും കുറച്ചൊക്കെ അറിയാം. താനെന്താ അവിടെ കയറി ഇരിക്കുന്നത്? അതെ, ഇരിക്കുമ്പോ നേരാവണ്ണം ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഏതായാലും കൈ ഒന്നതാ. ഹെൽപ്പ് മീ. പിന്നെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങോട്ട് ഇറങ്ങ്. ഞാൻ സേഫായി. സാറിന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം. വാ സാർ. തന്നെയും കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ആ, കുട്ടി പൊക്കോളൂ. താങ്ക് യു സർ. ഇനി എപ്പോഴാ നമ്മൾ കാണുക? എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. അതെന്തിനാ വെറുതെ കാണുന്നത്? ഈ സാറിന്റെ ഒരു കാര്യം, എന്തെങ്കിലും കാര്യം ഉണ്ടാകും സാറേ. സാറിനറിയില്ലേ, പലപ്പോഴും ഇത്ര ആക്സിഡന്റ് നിന്നാണ് പ്രേമം പൊട്ടിവെക്കുന്നത്. അതൊക്കെ സിനിമയില്. അത് മാത്രമല്ല, ഇയാൾ ആള് പാവ. ഇനി അഥവാ ആരെങ്കിലും എന്നെ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇയാൾ അതിന് കൂട്ടുവെക്കില്ല, അല്ലേ? അപ്പോ കാണാം. വണ്ടി എടുക്ക. വരട്ടുമാ. ശരി സാർ. സോറി സർ. പറവായില്ലേ പാപ്പ? അത് ഞാൻ അറിയാതെ. കുഴപ്പമില്ലെന്നേ. വരട്ടെ സർ. ഹലോ. நல்ல அழகான பாப்பா. பாக்குறதுக்கு கண்ணுக்கு குளிர்மையா இருக்குது. யாரு கண்ணா அந்த பாப்பா? என்ன உங்களுக்கு பிடிச்சிருக்கா? பிடிச்சிட்டா பலம். நான் ட்ரை பண்ணட்டுமா? ஐயோ, கிடைக்குமாடா கண்ணா? கிடைக்கும், கிடப்ப வைப்பேன். சொன்னா பண்ணி கொடுக்கணும், இல்லைன்னா ടെൻഷൻ ആയിടുവേ. பண்ணுவேன், பண்ண வைப்பேன். ശരിക്കും അയാൾ സിന്ധുവിന്റെ ബോഡി ടച്ചിങ്ങിൽ വീണിരിക്കുക. ഇന്ന് വൈകുന്നേരം വരെ അയാളുടെ മനസ്സിൽ സിന്ധുവായിട്ടുള്ള സംഗമത്തിന് സ്വപ്നങ്ങളായിരിക്കും. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ലാഭം എനിക്ക് തന്നെയാണ്, അല്ലേ അഴകപ്പൻ? അതെ. നാളത്തെ സൂര്യോദയം കാണാൻ തേവർക്ക് കഴിയില്ല. വിളിക്ക്. ഇന്ന് രാത്രി നമ്മൾ പറയുന്നിടത്ത്. ஹலோ, தேவர் சாரா? அந்த பொண்ணு ரெடியா இருக்கு. ஆமா சார், இന്ന് രാത്രി ഷാർപ്പ് 7 o'clock ആലത്തൂർ ബ്രിഡ്ജിക്ക് വന്നാ പോതും. ഞാനും പറഞ്ഞ അന്ത പാപ്പ ഇവിടെ. ഓക്കെ. ഒരു രണ്ടാം അംഗത്തിന് തയ്യാറെടുത്തോളൂ. പൊള്ളാച്ചി തേവ. ആലത്തൂർ പാലം. ഷാർപ്പ് 7 o'clock. കൃത്യസമയത്ത് തന്നെ എത്തിയല്ല. അഴകാന പാപ്പ വന്നോ? കിടന്ന് പിടയ്ക്കാതെ അഴകാന പാപ്പനെ മുഴുവനോടെ കാണിച്ചു തരാം. സിന്ധു, മാമാ, ഞാൻ സമ്മതിച്ചു മാമാ. അയ്യോ, ശീക്രം മാമാ, നമുക്ക് ഹോട്ടലിലേക്ക് പോരാൻ പാപ്പ. ഹോട്ടലും ഫ്ലാറ്റും ഈ കുട്ടി വരില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെ. അയ്യോ, ഇങ്ങയാ എപ്പടി? ഞാൻ എന്റെ വണ്ടിയെ പാത്തിയാ. ஆமா, இதுக்கு உள்ளப்போ அப்புறம் ஜோலியா புகழ்ந்து விளையாடு. ஐயோ, இதுதான் லேட்டஸ்ட் ஃபேஷன். மாமா சொன்னா நீதான் இன்டர்நேஷனல் மாமாடா. வாமா, போகலாம். டைம் வேஸ்ட் பண்ண வேண்டாம். செல்லு செல்லு பாப்பா.
അപ്പോൾ എന്റെ പേര് മറന്നിട്ടില്ല താൻ. നീ എന്ത് കരുതി ഇവളെ കുറിച്ച്? നിനക്കായി കിടക്ക വിരിക്കുന്ന അഭിസാരികയാണെന്നോ? നിനക്ക് ഓർമ്മയുണ്ടോ, ശരീരത്തിലെ അവസാന രക്തം വാർന്നൊഴുകുമ്പോഴും ജീവിക്കാൻ വേണ്ടി യാചിച്ച് നിന്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ച ഒരു CI വിഷ്ണുവിനെ സ്വന്തം മാനം നശിപ്പിക്കരുതേ എന്ന് നെഞ്ചിലടിച്ച് കരുണയ്ക്കായി കെഞ്ചിയ 2 പെൺകുട്ടികളെ? உன் திமிர் இன்னும் அடங்கலையா? உன் ஹஸ்பண்ட் நான் இந்த கையால தான் முதல் குத்து குத்தியது. அவனோட நெஞ்சு பிளர்ந்த அதே கையால. ഇവന്റെ ദുഷിച്ച രക്തം ഇവിടെ വീണാൽ ഈ മണ്ണിന്റെ വിശുദ്ധി കൂടി നഷ്ടപ്പെടും. ഇവനായി കാത്തു നിൽക്കുന്ന ഇവന്റെ ആത്മമിത്രം ബാവച്ചന്റെ അടുത്തേക്ക് അയക്കും ഞാൻ ഇവനെ. പൊളിച്ചടുക്കും മേഡം അവനെ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഉനക്ക് എന്നെ വേണമോ തരല. കഴിയില്ല ചേവരെ, ഞാൻ ചോദിക്കുന്നതൊന്നും തരാൻ നിനക്ക് കഴിയില്ല. സ്വന്തം പതിയെ കള്ളനാക്കി കഴിവിലേറ്റിയ
പാണ്ഡ്യ മന്നന്റെ കഥ നിനക്കറിയില്ലേ? ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയാക്കിയ ആ രാജന്റെ ചെങ്കോലൊടിച്ച് പാണ്ഡ്യദേശത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് വെന്ത് വെണ്ണീറാക്കിച്ച കണ്ണകിയുടെ കഥ. അതുപോലെ നീയും നിന്റെ ആൾക്കാരും അനാഥയാക്കിയ എന്റെ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? മരണം മുഖാമുഖം കാണുമ്പോൾ ജീവിക്കാൻ ആശ തോന്നുന്നല്ലേ? മേലിൽ നിന്റെ നിഴൽ പോലും ഒരു പെണ്ണിനെയും തീണ്ടരുത്.